തൂലിക പടവാളാക്കിയ കവി ശ്രീ വയലാർ രാമവർമ്മയുടെ താടക എന്ന ദ്രാവിഡ രാജകുമാരി. വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മുട്ടിടും ബാൽഗുന സന്ധ്യയിൽ പാർവതി പൂജയ്ക്ക് പൂന്നുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരിയാം താടക. താമരച്ചോലകൾ കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീതിയിൽ കണ്ടു ശ്രീരാമനേതോ തബോധനൻ കൊണ്ടു നടക്കുന്ന കാമസ്വരൂപനെ. ശ്രീഹൃദയത്തിലുന്മാദമുണർത്തുമാ മോഹന ഗോപാംഗ ഭംഗി നുകർന്നവൾ കണ്ണെടുക്കാതരഭൂമരോമാഞ്ചമായി നിന്നാൽ സ്ഥലജം സകാമം സവിസ്മയം. രാജീവ പുഷ്പശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുയർന്നിടവേ താടി തടവി ചിരിച്ചു ചൊല്ലി മുനി താടകയെന്ന നിശാചരിയാണവൾ. ചിത്രശിലാതലങ്ങൾക്കുമീതെ മലർമെത്ത വിരിക്കും സുരഭിയാം തെന്നലിൽ ആ രാത്രി സ്വപ്നവും കണ്ട് വനനദീ തീരത്ത് ശ്രീരാമചന്ദ്രനുറങ്ങവേ കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഓട്ടുവളകൾ കിടുങ്ങാതെ ഏകയായി ദാശരഥിതൻ അരികത്ത് അനുരാഗദാഗവരവശയായി വന്നു താടക. ഞാൻ പടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ തോൾവരെ എത്തിക്കിടന്ന കാർകൂന്തലിൽ ഹേമാംഗങ്ങളിൽ താടകതൻ തളിർത്താമരമുട്ടിളം കൈവിരലോടവേ അജ്ഞാതമേതോ മധുരാനുഭൂതിയിൽ അർത്ഥസുപ്താന്തർവികാരമുണരവേ ആദ്യത്തെ മാദക ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നു പോയി രാമന്റെ കണ്ണുകൾ. മുത്തുകിലുങ്ങും സ്വരവുമായി ചോദിച്ചു മുഗ്ധാനുരാഗ വിവശയായി താടക. ആര്യവംശത്തിന് അടിയറ വയ്ക്കുമോ സൂര്യവംശത്തിന്റെ സ്വർണ സിംഹാസനം? ആര്യവംശത്തിന് അടിയറ വയ്ക്കുമോ സൂര്യവംശത്തിന്റെ സ്വർണ സിംഹാസനം? ചുറ്റുമുറങ്ങിക്കിടന്ന മഹർഷിമാർ ഞെട്ടിയുണർന്നു നിശബ്ദയായി പെൺകൊടി. യജ്ഞകുണ്ഡത്തിനരികിൽ വിശ്വാമിത്ര ഗർജനം കേട്ടു നടുങ്ങി വിന്ധ്യാടവി. യജ്ഞകുണ്ഡത്തിനരികിൽ വിശ്വാമിത്ര ഗർജനം കേട്ടു. വില്ലുകുലയ്ക്കൂ ശരം തൊടുക്കൂ രാമാ കൊല്ലൂ നിശാചരി താടകയാണവൾ. ആദ്യമായി രാമന്റെ മന്മഥാസ്ത്രം മാല ചാർത്തിയ രാജകുമാരി ഹൃദടം. ആദ്യമായി രാമന്റെ മന്മഥാസ്ത്രം മാല ചാർത്തിയ രാജകുമാരി ഹൃദടം മറ്റൊരസ്ത്രത്താൽ തകർന്നു പോയി സ്തബ്ധനായി പുത്രീ വിയോഗ വ്യഥയിൽ വിന്ധ്യാചലം.